നമസ്കാരം, എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യുന്നത് 2024 SSC നടത്തുന്ന CGL പരീക്ഷ എഴുതുന്ന നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇനി SSC CGL പരീക്ഷയ്ക്ക് 2024 പരീക്ഷയ്ക്ക് നമുക്കൊരു 8 മാസം സമയമുണ്ട്. ഈ 8 മാസത്തിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ വെച്ചിട്ട് പഠിക്കാം, നമ്മുടെ പ്ലാൻ എങ്ങനെ സ്റ്റേബിലൈസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ബ്രീഫ്ലി SSC നടത്തുന്ന CGL പരീക്ഷ 2024 CGL പരീക്ഷയെ പറ്റി ബ്രീഫായിട്ടൊന്ന് അറിയാം. ഒന്നാമത്തെ കാര്യം, SSCയുടെ കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഈ കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് 2024 ജൂൺ 11 അഡ്വർടൈസ്മെൻറ്റ് വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ റഫ്ലി തരുന്നത് 1 മാസമാണ്. ഈ ജൂൺ 11 മുതൽ ഏകദേശം ജൂലൈ 10 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് വീണ്ടും ഒരു 1.5 മാസം സമയത്തിൽ നമുക്ക് പരീക്ഷ വരും. അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം പഠിക്കുക എന്നുള്ള സ്ഥിരം മിസ്റ്റേക്കിന് നിങ്ങൾ നിൽക്കരുത്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ക്യൂബിറ്റിൻ്റെ ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് അങ്ങ് എടുത്തോ. ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജാനുവരി മുതൽ ഈ പറയുന്ന സെപ്റ്റംബർ വരെ നമുക്കൊരു ക്വാളിറ്റി 7 to 8 മന്ത്സ് കിട്ടും. ഈ 7-8 മാസത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ ഒരു ഡെയിലി, വീക്ക്ലി, മന്ത്ലി റിവിഷൻ പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ CGL പരീക്ഷ നടക്കുന്നത്, എന്താണ് അതിൻ്റെ പാറ്റേൺ? 2 ടയറിലായിട്ട് അല്ലെങ്കിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് CGL പരീക്ഷ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിന് നമ്മൾ ടയർ 1 എന്ന് പറയും, സ്റ്റേജ് 1. ഈ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ്, അതിൽ എത്ര ചോദ്യങ്ങളുണ്ട് എന്ന് കാണാം. 1 മണിക്കൂറുള്ളൊരു പരീക്ഷയാണ് സ്റ്റേജ് 1 നടക്കുന്നത്. ഈ 1 മണിക്കൂറിൽ നമുക്ക് 4 ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടും. റീസണിങ്, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഓരോ ഏരിയയിൽ നിന്നും നമുക്ക് 25 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോ ഏരിയയിൽ 25 ചോദ്യങ്ങൾക്കും 2 മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ 25 × 4 100 ചോദ്യങ്ങളുണ്ടാവും. 100 × 2 200 മാർക്കിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ടയർ 1 ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിനൊരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ചെയ്ത ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നഷ്ടപ്പെടും? 1/2 മാർക്ക്. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നത് പോലെ ഓരോ തെറ്റായ ഉത്തരത്തിന് നിങ്ങൾക്ക് 1/2 മാർക്ക് വീതം നഷ്ടപ്പെടും. അങ്ങനെ SSC ടയർ 1 കണ്ടക്ട് ചെയ്തു, പല ഷിഫ്റ്റുകളിലായിട്ട് കണ്ടക്ട് ചെയ്തു. ഒടുവിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ സപ്പോസ് കട്ട് ഓഫ് 150 ആണ്. നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആയെന്നിരിക്കട്ടെ. കട്ട് ഓഫ് 150 ആണ്. നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആയെന്നിരിക്കട്ടെ. നമ്മൾ കാറ്റഗറി വൈസ് കട്ട് ഓഫോ മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങൾ ക്ലിയർ ആയെന്നിരിക്കട്ടെ. പിന്നീട് നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ടയർ 2. ഈ ടയർ 2 SSC കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അവർ കൊണ്ടുവരുന്ന കുറച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. ഓക്കെ, ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 പേപ്പറാണുള്ളത്. ടയർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജ് 2. സ്റ്റേജ് 2 3 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3. പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC CGL പരീക്ഷ എഴുതി ഏത് പോസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയും എഴുതേണ്ട, മസ്റ്റായിട്ട് എഴുതേണ്ട ഒരു കമ്പൽസറി പേപ്പറാണ്. അതായത് നിങ്ങൾ ഏത് പോസ്റ്റിന് പോയി കഴിഞ്ഞാലും പേപ്പർ 1 എന്താണ്? മാൻഡേറ്ററി ആണ്. പേപ്പർ 2 എന്താണ്? നിങ്ങൾക്കറിയാം, SSCയിൽ 32 വയസ്സ് വരെ നമുക്ക് എഴുതാവുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. നിങ്ങൾ ആ പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ പോസ്റ്റ് ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ കട്ട് ഓഫ് പ്രകാരം നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ ആ പോസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ചൂസ് ചെയ്യുന്നവർ മാത്രം എഴുതേണ്ട പേപ്പറാണ് പേപ്പർ 2. ഓക്കെ, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആ പേപ്പറിലുള്ളത്. എന്താണ് പേപ്പർ 3? ഇതും ഒരു എക്സ്ക്ലൂസീവ് പേപ്പറാണ്. എല്ലാവരും എഴുതേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടയർ 1 കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പേപ്പർ 1 കൂടാതെ നിങ്ങൾ എഴുതേണ്ട പേപ്പറാണ് ഇത് പേപ്പർ 3. ഓക്കെ, ബേസിക് എക്കണോമിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ പേപ്പറിൽ വരുന്നത്. അടുത്തറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇനിയാണ് ഈ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ വരുന്നത്. പേപ്പർ 1, എല്ലാവരും എഴുതേണ്ട പേപ്പർ 1 എന്ന് പറയുന്നത് 2 സെഷനുകളിലായിട്ടായിരിക്കും നടക്കുന്നത്. 2 സെഷൻ ഏതൊക്കെയാണ്? സെഷൻ 1 ആൻഡ് സെഷൻ 2. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവരും എഴുതണം. പേപ്പർ 1 നടക്കുന്നത് 2 സെഷനുകളായിട്ടാണ്. അപ്പോൾ എല്ലാവരും 2 സെഷനുകളും എഴുതണം. എന്തൊക്കെയാണ് ആ 2 സെഷൻസ് എന്ന് കാണാം. സെഷൻ 1, ഒന്നാമത്തെ സെഷൻ 1. സെഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഷനകത്ത്
3 സെക്ഷനുകൾ വരും. ഇവിടെയാണ് കൺഫ്യൂഷൻ തുടങ്ങുന്നത്. സെഷൻ വേഴ്സസ് സെക്ഷൻ. ഒരു അകത്ത്, അതായത് നമ്മുടെ ഫസ്റ്റ് സെഷനകത്ത് 3 സെക്ഷനുകൾ വരും. ഓക്കെ, ഏതൊക്കെയാണ് ആ 3 സെക്ഷനുകൾ എന്ന് കാണാം. സെക്ഷൻ 1, അതായത് നമുക്ക് 2 സെഷനാണുള്ളത് നമ്മൾ പറഞ്ഞു. ആ സെഷനകത്ത് നമുക്ക് 3 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സെക്ഷൻസിനകത്ത് നമുക്ക് പല മൊഡ്യൂളുകളുണ്ട്. ഇതാണ് ആ ഓർഡർ. ഓക്കെ, എങ്ങനെ? സെഷൻ, അതിൻ്റെ ചെറിയ ഭാഗമാണ് സെക്ഷൻ, അതിൻ്റെയും ചെറിയ ഭാഗമാണ് മൊഡ്യൂൾസ്. അങ്ങനെ ഇരിക്കട്ടെ, എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മുടെ സെഷൻ 1-നകത്ത് വരുന്ന സെക്ഷൻ 1-ൽ 2 മൊഡ്യൂളുകളാണുള്ളത്. ആ മൊഡ്യൂളുകൾ എന്തൊക്കെയാണ്? മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, അല്ലെങ്കിൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. 2 റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും രണ്ടും ചേരുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. അതാണ് നമ്മുടെ സെക്ഷൻ. ഏതിനകത്തുള്ളത്? സെഷൻ 1-നകത്തുള്ള സെക്ഷൻ 1. ക്ലിയർ അല്ലേ? അതിനു വേണ്ടി മാത്രം നമുക്ക് 1 മണിക്കൂറാണ് സമയമുള്ളത്. അതിനുവേണ്ടി മാത്രം നമുക്ക് 1 മണിക്കൂറാണ് സമയമുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. 2 സെക്ഷൻ 2, അതായത് ആദ്യത്തെ സെഷനകത്തുള്ള 2ാമത്തെ സെക്ഷൻ. ആ സെക്ഷനിലും നമുക്ക് 2 മൊഡ്യൂളുകളുണ്ട്. 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, 2 ജനറൽ അവയർനെസ്. അപ്പോൾ ഇതാ വീണ്ടും വന്നു 2 മൊഡ്യൂളുകൾ. ഏതിനകത്ത്? സെക്ഷൻ 2-നകത്ത്. അതിനും നമുക്ക് 1 മണിക്കൂർ സമയം കിട്ടും. 1 മണിക്കൂർ സമയം കിട്ടും. 3ാമതൊരു സെക്ഷൻ ഉണ്ട്. 3ാമത് സെക്ഷനും 2 മൊഡ്യൂളുകളാണ് ഉള്ളത്. മൊഡ്യൂൾ 1 എന്താണ്? കമ്പ്യൂട്ടർ നോളജ്. 15 മിനിറ്റ് എഴുതാവുന്ന കമ്പ്യൂട്ടർ നോളജ്, ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. അടുത്തത് മൊഡ്യൂൾ 2 ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. വീണ്ടും 15 മിനിറ്റ് വരുന്ന നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന DEST. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ആദ്യത്തെ സെഷനിൽ എന്തൊക്കെയാണുള്ളത്? ആദ്യത്തെ സെഷനിൽ സെക്ഷൻ 1 ഫുള്ളായിട്ടുണ്ട്. സെക്ഷൻ 1 ഫുള്ളായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, രണ്ടും കൂടെ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 1 അവർ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉള്ളത്? സെക്ഷൻ 2 മുഴുവനായിട്ടും ഉണ്ട്. സെക്ഷൻ 2-ൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, പിന്നെ ജനറൽ അവയർനെസ്. അതിനും ഒരു 1 അവർ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 2 മണിക്കൂറായല്ലോ. ഇനി എന്താ ബാക്കിയുള്ളത്? സെക്ഷൻ 3-യുടെ ആദ്യത്തെ മൊഡ്യൂൾ മാത്രം, അതായത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുള്ള നമ്മളുടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. അതിൻ്റെ 15 മിനിറ്റും ചേർത്ത് 2 മണിക്കൂർ പിന്നെ 15 മിനിറ്റ്. ടോട്ടൽ സെഷൻ 1 നടക്കുന്നത് 2 hours 15 minutes-ലാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും? അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് വരും. ആ ബ്രേക്കിന് ശേഷമാണ് നമ്മളുടെ 3ാമത്തെ സെക്ഷനിലെ 2ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിലേക്ക് പോകുന്നത്. അത് എത്രയാണ്? ഒരു 15 മിനിറ്റിൻ്റെ. അപ്പോൾ ആ ഒരു ദിവസം തന്നെ നമ്മൾക്ക് ഈ 2 സെഷനും നടക്കും. നമ്മളുടെ ടയർ 2-ൻ്റെ പേപ്പർ 1 അവിടെ കഴിയും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആക്കാം. പേപ്പർ 1-ൽ സെഷൻ 1 ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 2 മണിക്കൂറും 15 മിനിറ്റും വരുമെന്ന്. അതിൽ 1 മണിക്കൂർ എന്തിനാണ്? ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന് എത്ര ചോദ്യമുള്ളത്? 30 ചോദ്യങ്ങളാണ് ഉള്ളത്. ടോട്ടൽ 60 ചോദ്യങ്ങൾ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ശരി ഉത്തരത്തിന് 3 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. 3 മാർക്കാണ്. അപ്പോൾ 60 × 3 180 മാർക്സിനാണ് നമ്മൾ ആ 1 മണിക്കൂറിൽ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. 2ാമത്തെ 1 മണിക്കൂർ നമ്മൾ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്? നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും. ഇതിൽ നോക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും മാത്രം 45 ചോദ്യങ്ങളാണുള്ളത്. ജനറൽ അവയർനെസ്സിൽ നിന്നും 25 ചോദ്യങ്ങൾ. ഈ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സാധനം പേപ്പർ 2-ലും, പേപ്പർ 2 അല്ല ടയർ 2-ലും ഉണ്ട്. ഓക്കെ, അപ്പം 45 + 25 നമുക്ക് 70 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് ശരിയായ ഉത്തരം. അപ്പോൾ 70 × 3 210 മാർക്കാണ് ഈ 2ാമത്തെ മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തിന് 1 മണിക്കൂർ, ഈ ഭാഗത്തിന് 1 മണിക്കൂർ. നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിന് 15 മിനിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഏതാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. 2 ആപ്റ്റിറ്റ്യൂഡിന് 30 ഉണ്ടെങ്കിൽ ജനറൽ അവയർനെസ് തീരെ കുറവല്ല, 25 ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, ഇവിടെ മാർക്ക് കൂടുതലാണല്ലേ? ടയർ 1-ൽ നമ്മൾ 2 മാർക്കാണ് പറഞ്ഞത്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് 0.5 ആയിരുന്നു. ഇവിടെ നമുക്ക് 3 മാർക്ക് വരുന്നത് കൊണ്ട്, ശരി ഉത്തരത്തിന് വരുന്നത് കൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് കൂടും. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഓർത്തിരിക്കുക, 1 മാർക്കാണ്. അര മാർക്കല്ല, 1 മാർക്കാണ്. ഓരോ തെറ്റായ ഉത്തരത്തിനും നമ്മൾക്ക് കിട്ടിയ മാർക്കുകളിൽ നിന്നും 1 മാർക്ക് വെച്ച് ഡിഡക്ട് ചെയ്യപ്പെടും. ഓക്കെ,
അടുത്തതിലേക്ക് പോവാം. ആ 15 മിനിറ്റുള്ള കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ എത്ര ചോദ്യങ്ങളുണ്ട്? 20 ചോദ്യങ്ങളുണ്ട്. 3 മാർക്ക് വെച്ച് 60 മാർക്ക്. നമ്മൾ നെഗറ്റീവ് എത്രയാണെന്ന് പറഞ്ഞു? 1 മാർക്കാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. ആ പാർട്ട് കഴിഞ്ഞല്ലോ. സെക്ഷൻ 2 ആണ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. നമ്മൾ അതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും പറയുന്നില്ല. എത്ര കീ സ്ട്രോക്ക് ആണ്, എത്ര സമയമാണ്, അതിൽ നെഗറ്റീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പറയാം. ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താണ്? ബേസിക് ആയിട്ട് എക്സാമിനെ പറ്റി പഠിക്കുക, അതിനുശേഷം നമ്മളുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ. പേപ്പർ 2 ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നൊരു പോസ്റ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നതാണ്, നിങ്ങൾ മസ്റ്റായിട്ട് എഴുതേണ്ടതാണ് പേപ്പർ 2. നമ്മൾ പറഞ്ഞ പോലെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര ചോദ്യങ്ങളുണ്ടാവും? 100 ചോദ്യങ്ങൾ. എന്നാൽ ഇവിടെ കറക്റ്റ് മാർക്കിന് കിട്ടുന്നത് 3 മാർക്കല്ല, 2 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെഗറ്റീവ് എത്രയായിരിക്കും? അര മാർക്കായിരിക്കും, 1 മാർക്കല്ല, 2 മാർക്കാണ് കിട്ടുന്നത്. 200 മാർക്കിൻ്റെ പേപ്പറിന് നമുക്ക് 2 മണിക്കൂറാണുള്ളത്. എത്ര? 2 മണിക്കൂർ. പേപ്പർ 3 അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ വി ഷാൽ റൈറ്റ് പേപ്പർ 3. എന്താണ്? ബേസിക് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്. ഇതുപോലെ തന്നെ 100 ചോദ്യം, ഒരു ചോദ്യത്തിന് 2 മാർക്ക്, ടോട്ടൽ 200 മാർക്ക്. അതുകൊണ്ട് നെഗറ്റീവ് എത്രയായിരിക്കും? അര മാർക്കായിരിക്കും. അപ്പോൾ ക്ലിയർ ആണല്ലോ? ടയർ 2 ക്ലിയർ ആണല്ലോ. ടയർ 3 എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു മുൻ പാറ്റേണിൽ, ഇപ്പം മുതൽ അതില്ല. എടുത്തു പറയുകയാണ്, അങ്ങനൊരു സാധനമില്ല, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇല്ല. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മളുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ടും 5 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്. ഇത് കൂടാതെ നിങ്ങൾ ഒരു പക്ഷേ പരീക്ഷ എഴുതിയ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമായിരിക്കും, പരീക്ഷയ്ക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്, പക്ഷേ ഈ കീ സ്ട്രോക്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ഡേറ്റ എൻട്രിയിൽ കുറച്ച് സ്പീഡ് കുറവായിരുന്നു, വേണ്ടത്ര പ്രാക്ടീസ് ചെയ്തില്ല, ഒരു പക്ഷേ അതിൽ പുറത്തു പോകാം. അല്ലെങ്കിൽ ചിലർ പറയുന്ന കാര്യമാണ് കമ്പ്യൂട്ടർ എലിജിബിൾ ആണ്, ബേസിക് പേപ്പർ നിങ്ങളുടെ മാർക്ക് കൗണ്ട് ചെയ്യില്ല, ക്വാളിഫയിങ് ആണെങ്കിലും എനിക്ക് അത്ര മാർക്കില്ല, ചിലപ്പോൾ ഞാൻ അതിൽ ഡിസ്ക്വാളിഫൈഡ് ആയേക്കാം. അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ വെറും 4 പേപ്പറിന് വേണ്ടി മാത്രമല്ല പ്ലാൻ ഉണ്ടാക്കുന്നത്, നമ്മൾ 6 ഏരിയാസിലേക്കാണ് പ്ലാൻ ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് 6 ഏരിയാസ്? 1 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 2 റീസണിങ്, 3 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, 4 ജനറൽ അവയർനെസ്, 5 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, 6 DEST നിങ്ങളുടെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ഈ സബ്ജക്റ്റുകൾക്കെല്ലാം അതിൽ ഈ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് 5 സബ്ജക്റ്റുകൾക്ക്, ഒരുപാട് തിയറി പഠിക്കേണ്ട സബ്ജക്റ്റുകൾക്കെല്ലാം നമുക്കൊരു ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ഒറ്റ ഫോർമുല നിങ്ങളിൽ പലരും ഫോളോ ചെയ്യുന്നതാണ്, നിങ്ങൾ പല സ്ഥലത്തും കേട്ട് മറന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് മടുത്തതാണ്. എന്താണ്? ലേൺ, റിവൈസ് ആൻഡ് പ്രാക്ടീസ്. അത് തന്നെയാണ് ഇതിൻ്റെ ഗോൾഡൻ ഫോർമുല. ബേസിക്സ് പഠിക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. ബേസിക്സ് പഠിക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയ ആ ഒരു പാട്ടാണ് എന്ത്? ലേൺ. അടുത്ത പാട്ട് എന്താണ്? റിവൈസ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. ഇപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ നമുക്ക് പോളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറക്കും. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ ഓരോ ദിവസവും, ഓരോ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളെ ഓരോ ആഴ്ചയിൽ, ആ 4 ആഴ്ചകളിൽ പഠിച്ച കാര്യങ്ങൾ ഒരു മാസത്തിൽ, ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷൻ ഈസ് മസ്റ്റ്. റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണം. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും എടുക്കണം. പ്രാക്ടീസ്, ലേൺ, റിവൈസ് ആൻഡ് പ്രാക്ടീസ്. അടുത്ത കാര്യം, 8 മാസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. ഈ 8 മാസത്തിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് നമുക്കുണ്ടാവാം. നമ്മൾ മനുഷ്യനാണ്. ചിലപ്പോൾ നമ്മുടെ മൂഡ് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫാമിലിയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂ കാരണം നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ അഡിക്വേറ്റ് ബ്രേക്ക് എടുക്കണം. ഈ 8 മാസത്തിൽ 8 മാസം ഇൻറ്റു 30 ഡേയ്സ് 240 ഡേയ്സ് ഞാൻ ഇരുന്ന് പഠിക്കും എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ബ്രേക്ക് എടുക്കും. ഞാനൊരു മനുഷ്യനാണ്, ഒരു ക്വാളിറ്റി ബ്രേക്ക് എടുക്കും. ആ ബ്രേക്കിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇരുന്ന് പഠിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഹോബി കളിക്കാൻ പോകലാണെങ്കിൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യലാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ കാണലാണെങ്കിൽ, അതിന് വേണ്ട ഒരു അഡിക്വേറ്റ് ടൈം ഓരോ ദിവസവും നിങ്ങൾ മാറ്റിവെക്കുക. കാരണം നിങ്ങൾ ഓരോ ദിവസവും നല്ലൊരു സമയം പഠിക്കുകയാണ്, ആ കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാ ആഴ്ചയിലും റിവൈസ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാ മാസത്തിലും റിവൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ 8 മാസം നീണ്ട ഒരു വലിയ സൈക്കിളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് പ്രെറ്റി ഡിഫിക്കൽട്ട്. ആ ഒരു കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കീയാണ്. ടേക്ക് ബ്രേക്സ്. എങ്ങനത്തെ ബ്രേക്കുകളാണ്? ടേക്ക് ക്വാളിറ്റി ബ്രേക്സ്. അതായത് ബ്രേക്ക് എടുത്തിരിക്കുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ പഠിക്കുന്നില്ലോ എന്നുള്ള കുറ്റബോധം കാണിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രേക്ക് 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂറിൽ നിങ്ങളുടെ ബ്രേക്കിനെ എങ്ങനെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാം. ഒരു ക്വാളിറ്റി ബ്രേക്ക് എടുക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ ഒരു 1 അവർ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിത്തത്തിനെ പറ്റി ചിന്തിക്കേണ്ട. തിരിച്ചു വന്നിട്ട് ആ 1 അവറിന് ശേഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, റിവൈസ് ചെയ്യുകയാണോ,
അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുകയാണോ, ആ കാര്യം ആപ്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അതായത് ഈ സെയിം പ്ലാൻ, ഈ 7 പോയിന്റുകളാണ് ഇനി അങ്ങോട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും ജനറൽ അവയർസിനും ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ കാണാം. ബാക്കിയുള്ളത് ഏകദേശം ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്കറിയാം 2017 നടത്തിയ CGL പരീക്ഷ SSCക്ക് ഒരുപാട് കോളുകൾക്ക് സൃഷ്ടിച്ചു. അത്യാവശ്യം കറപ്റ്റഡ് ആയിരുന്നു, പേപ്പർ ലീക്കായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതിനുശേഷം TCS ഈ SSC പരീക്ഷ നടത്തുന്ന ആ ഒരു ഏജൻസിയായി മാറുകയും TCSന്റെ അയോൺ ഡിജിറ്റൽ സോണിലാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും എഴുതി, നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുതാറുള്ളത് ഈ പരീക്ഷ. അതിനുശേഷം പരീക്ഷ അങ്ങോട്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് ഇതുപോലുള്ള 2017 പോലുള്ള പ്രശ്നങ്ങളില്ലാതെ നടന്നു. ഈ 2018 മുതലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ആധാരം. നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ 2018 മുതലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. എന്തൊക്കെ അറിയാൻ പറ്റും? വേർ യു ആർ സ്റ്റാൻഡിങ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മളുടെ വീക്ക്നെസ്സും നമ്മളുടെ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്കൊരു സെൽഫ് അനാലിസിസ് നടത്താൻ പറ്റും. ഇനി ഞാൻ എന്ത് പ്ലാനാണ് മാറ്റേണ്ടതെന്നുള്ളത്. 2, ഈ PYQസിന് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. പിനാക്കിൾ പബ്ലിക്കേഷൻ്റെ ഇത് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള സോഴ്സാണ്. അവരൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അല്ലെങ്കിൽ രാകേഷ് യാദവ് പോലുള്ള എമിനൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും അത്യാവശ്യം നല്ല രീതിയിൽ കോഡിഫൈ ചെയ്ത് വച്ചിട്ടുണ്ട്. അത് മേടിക്കാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക അറ്റ് ദ ഏർലിയസ്റ്റ്, കേട്ടോ. അടുത്ത പോയിന്റ്, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്. സ്ട്രോങ് ഏരിയാസിനെ മാറ്റി വയ്ക്കുക. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. സ്ട്രോങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള 3 ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് അറിയാം, പക്ഷേ എവിടെയോ ഒന്ന് സ്റ്റക്കായി നിൽക്കുവാണ്. ആ ഏരിയാസ് തൽക്കാലം മാറ്റി വയ്ക്കുക. ഫോക്കസ് ഓൺ യുവർ വീക്ക് ഏരിയാസ് നൗ. കാര്യം നിങ്ങളുടെ ഇനീഷ്യൽ ഫേസ് ആണിത്. വീക്ക് ഏരിയാസിൽ നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടത്? കോൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ബി ബേസിക് എക്കണോമിക്സ്, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി പെർസെൻറ്റേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെൻറ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീസണിങ്ങിലെ അനോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ ഏതെങ്കിലും ഒരു ഭാഗമായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക. അപ്പോൾ ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങളെ എങ്ങനെയാണ് ക്യൂബിറ്റ് സഹായിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ക്യൂബിറ്റിൻ്റെ SSC ആൻഡ് RRB എന്ന് പറയുന്ന ചാനലിൽ കൂടെ ഓരോ ഏരിയയ്ക്കും, ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് അവയർനെസ്സിലെ ഓരോ പർട്ടിക്കുലർ ഏരിയയ്ക്കും നിങ്ങൾക്ക് വേണ്ട ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിൻ്റെ വീഡിയോസ് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സർക്കിൾ എന്ന് പറയുന്ന ഏരിയയിലെ സർക്കിളിൻ്റെ കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് അറിയില്ലാത്തതെങ്കിൽ അത്യാവശ്യം വേണ്ട ഏരിയാസൊക്കെ കവർ ചെയ്ത് നമ്മൾ ആ വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാം, ഫോളോ ചെയ്യാം, പഠിക്കാം. ഓക്കെ, നിങ്ങൾ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു തവണ വായിച്ച ഒരു വലിയ ബുക്ക് വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. ഈ പിനാക്കിളൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ വലിപ്പം എത്രയാണ്, അല്ലെങ്കിൽ ജനറൽ നോളജിന് ലൂസൻസ് പഠിക്കുന്നവർക്കറിയാം അതിൻ്റെ വലിപ്പം എത്രയാണ്. അത് 10 പ്രാവശ്യം വായിക്കലല്ല റിവിഷൻ. ഓരോ തവണ വായിക്കുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ളത് സ്വന്തം നോട്ടിലേക്ക് എടുക്കുക. എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ളതിനെ തിരിച്ചറിയുന്നത്? അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ആ ഒരു ഫണ്ടമെന്റൽസ്. ഇറ്റ് വിൽ ടെൽ യു വെദർ യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അത് നിങ്ങളൊരു കണ്ടന്റ് വായിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ട്. കാരണം എന്താണ്? ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വർഷം പല ഷിഫ്റ്റുകൾ വെച്ച് നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം നോട്ട് ഉണ്ടാക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? പഠിച്ചു, നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ്, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. കാരണം നിങ്ങൾ ടുവേർഡ്സ് ദ എൻഡ് മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നാൽ അവസാനത്തെ 2 മാസം ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചു എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. ആ ഒരു ഡീമോട്ടിവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാനത്തേക്ക് അല്ല വരേണ്ടത്. ആ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് കുറയുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ആദ്യ സ്റ്റേജിലേക്കാണ് വരേണ്ടത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അടുത്ത 1 മാസത്തേക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, പഠിക്കുക. അടുത്ത മാസം മുതൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഇനി നിങ്ങളൊരു ബിഗിനർ അല്ല, നിങ്ങൾ ക്യൂബിറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾ കോച്ചിങ് എടുത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മോക്ക് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാവും. ചിലപ്പോൾ 200-ൽ നിങ്ങൾക്ക് ആദ്യം മാർക്ക് കിട്ടുന്നത് 80 ആയിരിക്കാം, 60 ആയിരിക്കാം, 100 ആയിരിക്കാം. പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ആ ഒരു പരീക്ഷ എഴുതാനുള്ള പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ റിവിഷൻ്റെ പ്രാധാന്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുക. ഒരു 40 മിനിറ്റ് ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരാഴ്ചയിൽ 6 ദിവസത്തിൽ പഠിച്ച കാര്യത്തിനെ നിങ്ങളൊരു വീക്ക്ലി റിവിഷനോടെ കംപ്ലീറ്റ് ചെയ്യുക. ഒരു മാസത്തിലെ 4 ആഴ്ചകൾ നിങ്ങൾ പഠിച്ച ഒരു വലിയ ബൾക്ക് സാധനത്തിനെ നിങ്ങൾ മന്ത്ലി റിവിഷന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഒരു ദിവസം മാറ്റി വയ്ക്കുക. കാരണം
നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യുമ്പോൾ അതിനെ തന്നെ വീക്ക്ലി റിവൈസ് ചെയ്യുമ്പോൾ മന്ത്ലി റിവിഷൻ വിൽ ബിക്കം ആൻ ഈസി ടാസ്ക്. അല്ലാതെ ഒരു മാസത്തിൻ്റെ അവസാനം ഒരുമിച്ച് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 4-മത്തെയോ 5-മത്തെയോ ദിവസം പഠിച്ചത് നിങ്ങൾ ഓർത്തിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാക്ടിക്സ് ആണ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും ഒരു വ്യത്യാസമില്ല, ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണമെങ്കിൽ ക്യൂബിറ്റിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ റീസണിങ്ങിലെ പ്രധാനപ്പെട്ട ഏരിയാസിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റായിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അത് ക്യൂബിറ്റിൻ്റെ ഭാഗത്തു നിന്നും എൻഷുർ ചെയ്യാം. അടുത്തത് ഇംഗ്ലീഷിൽ എക്സ്ട്രാ വരുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ പലരും ഇംഗ്ലീഷ് പരീക്ഷയെ പേടിയോടെ കാണുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് നമുക്കൊരു സ്പീഡ് വരുന്നില്ല, വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന്. അതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, സ്റ്റാർട്ട് റീഡിങ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്. അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ പത്രം വായിക്കാൻ 4-5 ദിവസം സമയം എടുത്ത് നോക്കാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ ആ പത്രം വായിക്കുമ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സെയിം സാധനമാണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നിങ്ങൾ പരീക്ഷയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുവാണ്. ഈ പത്രം വായിക്കുന്നത് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പറിൽ 45 ചോദ്യങ്ങൾ ടയർ 2-ൽ വരുന്ന, 25 ചോദ്യങ്ങൾ ടയർ 1-ൽ വരുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ബെനിഫിറ്റ് വരും. വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ ചില ടെൻസുകൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾക്ക് ബേസിക് ഗ്രാമർ അറിയില്ലെങ്കിലും ടെൻസ് അറിയില്ലെങ്കിൽ കൂടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ റിയൽ എക്സാമിൻ്റെ സമയത്തോ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് തെറ്റാണല്ലോ, ഇങ്ങനെയല്ലേ ശരിയായി വരേണ്ടതെന്ന്. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് പത്രം വായനയിലൂടെ അക്വയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 ബുക്കുകൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ബിഗിനർ അല്ലെങ്കിൽ വാങ്ങേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി സം ഓഫ് യു മൈറ്റ് ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ഇറ്റ്. വേർഡ് പവർ മെയ്ഡ് ഈസി ബൈ നോർമൻ ലൂയിസ്, ഒരു ബിഗിനറിന് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കാണ് അത്. 2 SP ബക്ഷി എന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഓതറാണ്, അദ്ദേഹം എഴുതിയ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ്. ഈ 3 പോയിന്റ്സേ ഇംഗ്ലീഷിന് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ജനറൽ അവയർനെസ്. അവസാനത്തേക്ക് പഠിക്കാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യമില്ല, ഞാൻ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കട്ടെ, ഒരുപാട് റീസണിങ് പഠിക്കട്ടെ, ഏറ്റവും അവസാനം ജനറൽ അവയർനെസ് പഠിക്കാം, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞത് മാറിക്കൊണ്ടിരിക്കില്ല, ഞാൻ എന്തിനാണത് പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. ടയർ 1-ൽ 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ടയർ 2-ലും 25 ചോദ്യങ്ങൾ പക്ഷേ 75 മാർക്ക്. ഈ ജനറൽ അവയർനെസ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ മറ്റ് 3 സബ്ജക്റ്റുകളിൽ പഠിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ മാർക്ക് പതുക്കെ നെഗറ്റീവ് രൂപേണ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏരിയയാണ് ജനറൽ അവയർനെസ്, അൺലെസ് യു ആർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ത്രൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചിലപ്പോൾ പത്രം വായിക്കുമ്പോഴൊക്കെ കേട്ട് ഒരു പരിചയം ഉണ്ടാവും ആ 25 ചോദ്യങ്ങളും. ആ 25 ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ പോലും അറിയില്ലെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് ആ ഡേഞ്ചർ ഇരിക്കുന്നത്. കാരണം 4 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടാനുള്ള പ്രോബബിലിറ്റി വെറും 25%, തെറ്റാവാനുള്ള പ്രോബബിലിറ്റി 75%. അപ്പോൾ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇംഗ്ലീഷിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന നിങ്ങളുടെ മാർക്ക് നെഗറ്റീവ് രൂപേണ ഇവിടെ പോവും. 25 ചോദ്യത്തിൽ നിങ്ങൾ 2-3 ചോദ്യം എഴുതി ഇത് വിടാനും പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേപ്പർ ജനറൽ അവയർനെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നാണെങ്കിൽ ഇന്ന് മുതൽ അറ്റ്ലീസ്റ്റ് 1 to 1.5 hours ഓൺലി ഫോർ ജനറൽ അവയർനെസ്. ഒരു ദിവസം നിങ്ങളുടെ 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ, 1 എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങളുടെ GA ബേസ് സ്ട്രോങ് ആണെങ്കിലാണ്. അല്ലെങ്കിൽ ഈ പത്രം വായനയൊക്കെ മാറ്റി വെച്ചിട്ട് ജനറൽ അവയർനെസ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ 1.5 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, 1.5 മണിക്കൂർ മാറ്റി വച്ചിരിക്കണം. ഓക്കെ, ബേസിക്സ് ചെയ്യാൻ എല്ലാവരും പറയുന്ന ബുക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കാണ് ഒരു മഞ്ഞ ബുക്ക്, ലൂസൻസ് ജനറൽ നോളജ്. നിങ്ങളുടെ എല്ലാവരുടെയും പേടി സ്വപ്നമാണെന്ന് നമുക്കറിയാം. ഈ ലൂസൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി നമ്മൾ പറയാം. ചാപ്റ്റർ വൈസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ലൂസൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുക, റീകളക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടിലേക്ക് പകർത്തി എഴുതി ഒരു റിവിഷൻ നോട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പേടിക്കേണ്ട. ക്യൂബിറ്റ് ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ലൂസൻസ് ജനറൽ നോളജിൻ്റെ ഒരു ഫ്രീ സീരീസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതായത് ലൂസൻസ് ജനറൽ നോളജിലെ ഓരോ സബ്ജക്റ്റും
ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് പുതുതായി വരുന്ന കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രീ സീരീസ് ആയിട്ട് സബ്ജക്ട് വൈസ് ചാപ്റ്റർ വൈസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ പേടി പോളിറ്റി ആണോ, എക്കണോമി ആണോ, ഹിസ്റ്ററി ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, പേടിക്കേണ്ട. ക്യൂബിറ്റിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു ഫ്രീ വീഡിയോ എല്ലാ സബ്ജക്റ്റിന് വേണ്ടി ലൂസെൻറ്റിൽ നിന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ലൂസെൻറ്റിൻ്റെ ആ ഒരു മഞ്ഞ ബുക്ക് ഇനിയൊരു പേടി സ്വപ്നമല്ല. 2, ബേസിക് കമ്പ്യൂട്ടർ നോളജ് ബിൽഡ് ചെയ്യുക. അവർ ഫണ്ടമെൻ്റലി ഹാർഡ്വെയറിനെ പറ്റി, സോഫ്റ്റ്വെയറിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന കുറച്ച് അപ്ഡേഷനെ പറ്റി, അല്ലെങ്കിൽ സിംപ്ലി തന്നിട്ട് ML എൻ്റെ ഫുൾ ഫോം എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ പുതുതായി വരുന്ന ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ ഓൾറെഡി വായിക്കും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അതുകൂടാതെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് കൂടെ ഇപ്പോഴേ പഠിച്ച് ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. ഒരു 40-50 പേജുള്ള നോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്ക് വേറെ ബുക്ക് റെഫർ ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, പിന്നെ ഈ ജനറൽ അവയർനെസ്സിന് ഒരു 2 മാസത്തോളമായിട്ട് ക്യൂബിറ്റിൻ്റെ ചാനലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ പോകുന്നുണ്ട്. ക്യൂബിറ്റിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യാം. നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ നിന്നും എല്ലാ ആഴ്ചയും നിങ്ങൾക്കൊരു ഫ്രീ കറണ്ട് അഫയേഴ്സ് PDF കിട്ടും. അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ടിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആ ടെലിഗ്രാം ഗ്രൂപ്പ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൽ സംശയം ചോദിക്കുന്നുണ്ട്. അവർ കൂടുതലും ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഷോർട്ട് കട്ട് കിട്ടാനാണ്. ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങളുടെ അക്കാഡമിക് ഡൗട്ടുകൾ പ്രോപ്പറായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പിയർ ഗ്രൂപ്പായിട്ടും പിന്നെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസ് മെമ്പറായിട്ടുള്ള ഗ്രൂപ്പാണത്. ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടതെന്നാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ 2-3 ഡയമെൻഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം. 1, ജനുവരിയിൽ നിങ്ങൾ പ്ലാൻ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഈ ജനുവരി 2024. ഓക്കെ, ഫസ്റ്റ് കോളമാണ് ജനുവരി. 2, ആഴ്ചകൾ. ജനുവരി മാസത്തെ 4 ആഴ്ചകളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ 2ാമത്തെ കോളമാണ് വീക്ക്. 3, ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ്. സപ്പോസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെൻറ്റേജ് ആണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇത് തന്നെ എടുക്കണം എന്നല്ല പറയുന്നത്. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ആഴ്ച നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഏരിയ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ അവയർനെസ്സിലെ ഏൻഷ്യൻ ഇന്ത്യയാണ്, ഹിസ്റ്ററിയിലെ. ഏൻഷ്യൻ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ടു കവർ ദ എൻറ്റയർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങളുടെ പ്ലാൻ. പെർസെൻറ്റേജ് കവർ ചെയ്യുക, ഇൻഡസ് വാലി സിവിലൈസേഷൻ കവർ ചെയ്യുക. തൊട്ടടുത്ത് വരേണ്ട കോളം എന്താണെന്നറിയോ? സ്റ്റാറ്റസ്. നിങ്ങളിത് കവർ ചെയ്തോ ഇല്ലയോ? നിങ്ങളത് കവർ ചെയ്തു. അതിനടുത്ത കോളം നിങ്ങൾ റിവിഷൻ നടത്തിയോ, അതിനനുസരിച്ച് ഒരു ടെസ്റ്റ് എടുത്തു എന്നാണ്. നിങ്ങൾ ഡെയിലി റിവിഷൻ നടത്തിയോ, നിങ്ങൾ വീക്ക്ലി റിവിഷൻ നടത്തിയോ? നടത്തി. ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് സീരീസിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം മോക്ക് ടെസ്റ്റുകൾ മാത്രമല്ല നിങ്ങൾ എടുക്കേണ്ടത്. സബ്ജക്ട് വൈസ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും ഒരുപാട് അവൈലബിൾ ആണ്. അത് ഒരുപാട് കോസ്റ്റ്ലി അല്ല, അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഈ ഏരിയയിൽ എക്സാക്ട്ലി ഇത് തന്നെ കിട്ടിയില്ലെങ്കിലും ഏകദേശം ഈ ഏരിയയിൽ വരുന്ന ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അല്ല, സബ്ജക്ട് വൈസ് ടെസ്റ്റ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങളത് എടുത്തോ? ആ എടുത്തു എന്നുള്ള കാര്യം നിങ്ങളുടെ സ്റ്റാറ്റസിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്തെഴുതുക? നിങ്ങൾ എടുക്കാൻ പോകുന്ന ടെസ്റ്റിൻ്റെ പേര് വേണമെങ്കിൽ മോക്ക് ടെസ്റ്റ് 1 അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ടെസ്റ്റ് 1 എന്നുള്ളത് മാർക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? തൊട്ടടുത്ത ആഴ്ച റീസണിങ്ങിലെ അനോളജി എന്ന് പറയുന്ന ഏരിയയും ഇംഗ്ലീഷിലെ ചിലപ്പോൾ കുറച്ച് PYQസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നോർമൽ ലൂയിസിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിരിക്കും കവർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കവർ ചെയ്തോ? ചെയ്യാൻ പറ്റിയില്ല. റിവിഷൻ ചെയ്തോ? കവർ ചെയ്തില്ല, റിവിഷൻ ചെയ്തില്ല, മോക്ക് ടെസ്റ്റ് എടുത്തില്ല. 2ാമത്തെ വീക്ക് അങ്ങനെ പോയല്ലോ. 3ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വേറൊരു സബ്ജക്റ്റ് ഇട്ടു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഏൻഷ്യൻ ഇന്ത്യയിലെ മഗധ. അത് കവർ ചെയ്തോ? ചെയ്തു. റിവിഷൻ ചെയ്തോ? ഇല്ല. ടെസ്റ്റ് എടുത്തോ? ടെസ്റ്റ് എടുത്തു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിതായി സ്റ്റാറ്റസ് കോളത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ടിക്ക് മാർക്കുകളും ഒരുപാട് സ്ഥലത്ത് ക്രോസ് മാർക്കുകളും കിടക്കുമ്പോൾ സ്വയം നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തന്നെ അക്കൗണ്ടബിൾ ആയിട്ട് മാറും. നിങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതാ ഇത്രയും ഭാഗത്ത് നിങ്ങൾ ഇത് കാണുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്? അപ്പം നമുക്ക് സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകും. അങ്ങനെ സ്വന്തം പ്രിപ്പറേഷന് സ്വയം അക്കൗണ്ടബിൾ ആക്കുക. ഈ സാധനം ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇപ്പം ഇതൊന്നും ഇല്ലാന്നിരിക്കട്ടെ,
നിങ്ങൾ പഠിച്ചു പോവുകയാണ്. ഒരു വീക്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചില്ല, അടുത്ത ആഴ്ച കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പഠിക്കും നിങ്ങൾ പറയും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ 2 ദിവസം ശ്രമിക്കും, ചിലപ്പോൾ 3-ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ വീണ്ടും പഴയ പാറ്റേണിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോവാം. ഈ ഒരു ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ സെർവ് ആസ് യുവർ റിമൈൻഡർ. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നു, നിങ്ങൾ എത്രത്തോളം സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ റിമൈൻഡർ ആയിരിക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇതിനനുസരിച്ച് PYQ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ക്യൂബിറ്റിൽ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് SSC CGL വരുന്ന കുറേ ബാച്ചുകളുണ്ട്. ആ ഒരു പ്രോഗ്രാമിന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ക്യൂബിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഒന്ന്, നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യും. ഓവർ എ പീരീഡ് ഓഫ് 6 months എല്ലാ സബ്ജക്റ്റുകളിലും സബ്ജക്ട് എക്സ്പേർട്സ് വെച്ച് നിങ്ങളുടെ ബേസിക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ചെയ്യും. നിങ്ങൾ ക്യൂബിറ്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2, ഓരോ ലേണിംഗ് മൊഡ്യൂളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് മൊഡ്യൂളുകൾ ലഭിക്കുന്നതായിരിക്കും. ആ പ്രാക്ടീസ് മൊഡ്യൂളുകൾ ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിലവൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ ഇനി വരുന്ന പരീക്ഷയിലേക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. 3, ടെസ്റ്റ് എടുക്കാൻ ക്യൂബിറ്റിൻ്റെ ലാബ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. മെൻറ്റർഷിപ്പ്. ക്യൂബിറ്റിലെ യങ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണും. നിങ്ങൾ ഇവിടെ പഠിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ സെൻറ്ററിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉപയോഗിക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് വൈസ് മെൻറ്റർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, 4, ക്യൂബിറ്റിൻ്റെ യൂണിക്നെസ് നിങ്ങൾക്കറിയാം എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസ് അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസിലേക്ക് സർവീസുകൾ എത്തിക്കുക എന്നുള്ളതിൽ ക്യൂബിറ്റ് വിജയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ക്യൂബിറ്റിൻ്റെ 6 വർഷത്തെ ആ ഒരു വിജയ രഹസ്യവും വിജയമന്ത്രവും. 5ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഗ്രാജുവൽ പ്രോഗ്രഷൻ. 1 മാസം കൊണ്ട് നിങ്ങൾ കണ്ടന്റിൽ ഒരുപാട് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ ചില ഏരിയാസ് നിങ്ങൾ നെഗ്ലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീക്ക് ആവണം. അതല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോർമുല. ഗ്രാജുവലി നിങ്ങളുടെ വീക്ക് ഏരിയാസിലേക്ക് നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് വരിക. ജനറൽ അവയർനെസ്സിൽ ഇന്ന ഏരിയ നിങ്ങൾക്ക് വീക്കാണോ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു മെൻറ്റർഷിപ്പ് ഉപയോഗിച്ച് ഗ്രാജുവലി നിങ്ങളുടെ വീക്ക് ഏരിയാസിൽ നിങ്ങൾ പ്രോഗ്രസ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീഡിയോയുടെ അവസാനത്തേക്ക് നമ്മൾ വരികയാണ്. ആസ് എൻ ആസ്പിരൻറ്റ് നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോ കാണും, ഒരുപാട് കോട്ട്സ് നമ്മുടെ മുറിയിലോ നമ്മുടെ ലേണിംഗ് ഏരിയയിലൊക്കെ എഴുതി ഒട്ടിച്ചു വയ്ക്കും. എനിക്ക് ഏറ്റവും പ്രാധാന്യം തോന്നിയിട്ടുള്ള 2 കോട്ട്സാണ്. ആരാ പറഞ്ഞതെന്ന് അറിയാത്തതുകൊണ്ടാണ് അൺനോൺ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന്, റിവിഷൻ ഈസ് നോട്ട് റീഡിങ് ദ സെയിം ബുക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഡെയിലി, വീക്ക്ലി, മന്ത്ലി റിവിഷൻ എന്ന് പറയുന്നത് ഒരു തവണ വായിച്ച ബുക്കിനെ വീണ്ടും 10 തവണ വായിക്കലല്ല. ചിലപ്പോൾ 500 പേജുള്ള അല്ലെങ്കിൽ 200 പേജുള്ള ഒരു ബുക്ക് നമുക്ക് 2 അല്ലെങ്കിൽ 3 തവണ കൂടുതൽ വായിക്കാൻ പറ്റില്ല. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ വായിച്ച ബുക്കിൽ നിന്നും അതിൻ്റെ കോറ് മനസ്സിലാക്കി, പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി, ഒരു ഓൺ മെറ്റീരിയൽ, സ്വന്തമായിട്ട് മെറ്റീരിയൽ നോട്ട് ഉണ്ടാക്കി അതിനെ വീണ്ടും പഠിക്കുന്നതിനാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ 500 പേജിൻ്റെ വലിയൊരു ബുക്ക് 10 പ്രാവശ്യം വായിക്കാൻ ശ്രമിക്കുന്നതിനെയല്ല റിവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. 2, ഗോ ടു സ്ലീപ്പ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ, മേക്ക് യുവർ സെൽഫ് അക്കൗണ്ടബിൾ ഫോർ യുവർ പ്രിപ്പറേഷൻ. ഉറങ്ങാൻ പോകുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക, എന്താണ് ഇന്ന് അത്യാവശ്യം പ്രിപ്പയർഡ് ആണോ, ഞാൻ അത്യാവശ്യം നല്ലപോലെ കണ്ടന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഓക്കെ, ഹാപ്പിയാണ്. പിറ്റേ ദിവസം ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ഡു സെൽഫ് അനാലിസിസ്. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് 3-4 ദിവസം പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, 3-4 ദിവസം ഒരു ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം മനസ്സിലാക്കി നിങ്ങളുടെ പ്ലാനിൽ മാറ്റം വരുത്തണം. അപ്പോൾ ക്യൂബിറ്റിൻ്റെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ അക്കാഡമിക് ടീം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ഡെയിലി പ്ലാൻ അല്ലെങ്കിൽ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കം ടു അസ്. നിങ്ങളുടെ പഠനം സ്മൂത്താക്കാൻ വേണ്ടി, ആ ഒരു പ്ലാനിനനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടി ക്യൂബിറ്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. എല്ലാ ആഴ്ചയിലും വരുന്ന ക്യൂബിറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക, അവരുടെ പ്രിപ്പറേഷന് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു, കാണാം.